നിഷാദ് റാവുത്തറോട് എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ്. മീഡിയ വണ്ണിൻ്റെ വാർത്താ അവതാരകനായ നിഷാദ് റാവുത്തറോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. നിഷാദ് റാവുത്തർ മീഡിയ വൺ ചർച്ചയിൽ ചില അടുപ്പുകൂട്ടി ചർച്ച നടത്തി ഇങ്ങനെ പെടാപ്പാട് വിടുകയാണ്. ഹമാസിനെ അങ്ങോട്ട് എന്താ പറയുക, ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇസ്രായേൽ എങ്ങനെയെങ്കിലും അപകടകരമായ രാജ്യമാണെന്നും ഇസ്രായേൽ തീവ്രവാദ രാജ്യമാണെന്നും ഇസ്രായേൽ മനുഷ്യത്വമില്ലാത്ത രാജ്യമാണെന്നും കുഞ്ഞുങ്ങളോടും സ്ത്രീകളോടും ഭയങ്കര വെറുപ്പ് പുലർത്തുന്ന രാജ്യമാണെന്നൊക്കെ അധിക്ഷേപിച്ചുകൊണ്ട് ഈ നിഷാദ് റാവുത്തർ ഇസ്രായേലിനെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് അധിക്ഷേപിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഹമാസിനെയും ഹിസ്ബുള്ളയും വെള്ളപൂശി നല്ല സത്യസന്ധമായ മനുഷ്യരാണ്, സത്യസന്ധമായ സമൂഹമാണെന്ന് ഈ ഹിസ്ബുള്ളയും ഹമാസിനെ ഇങ്ങനെ പിടിച്ച് നിർത്താൻ വേണ്ടി നിഷാദ് റാവുത്തർ പെടാപ്പാട് വിടുകയാണ്. എൻ്റെ നിഷാദ് റാവുത്തറെ, ഇസ്രായേലിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ, ഏതെങ്കിലും ഹിസ്ബുള്ളയോ ഹമാസോ ഏതെങ്കിലും ഒരു ഇവിടെ നിന്ന് തൊടുത്തുവിട്ട സാധനം അവിടെ വീണ് കഴിഞ്ഞാൽ മീഡിയ കൊണ്ട് ആഘോഷമാണ്, ഞങ്ങൾ കാണുന്നുണ്ട്. മീഡിയ കൊണ്ട് ഭയങ്കര സന്തോഷമാണ്. പിന്നെ നിഷാദ് റാവുത്തറിൻ്റെ ചർച്ച എന്ന് പറയുന്നത് ഹിസ്ബുള്ളയും ഹമാസും ഇറാനും പിന്നെ ഇസ്രായേലിനെ അടിച്ചൊതുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇസ്രായേലിൻ്റെ മേൽ ഹമാസും ഹിസ്ബുള്ളയും ഇറാനും ആധിപത്യം ചെലുത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തയൊക്കെ നിഷാദ് റാവുത്തറും കൂട്ടർ ഇങ്ങനെ പടച്ചു വിടുന്നുണ്ട്. പിന്നെ നിഷാദ് റാവുത്തർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത്രയും എന്താ പറയുക, സാമ്രാജ്യ ശക്തിയുടെ അല്ലെങ്കിൽ വെപ്പൺസ് ആയുധമുള്ള ഒരു രാജ്യത്തിന് മുമ്പിൽ ഹമാസ് എന്ന് പറയുന്ന സംഘടനയും പാലസ്തീനും ആയുധമില്ലാതെ ഇത്രയും പിടിച്ചു നിന്നു എന്ന് നിഷാദ് റാവുത്തർ ചർച്ചയിൽ പറയുന്നുണ്ട്. നിഷാദ് റാവുത്തറെ, താങ്കൾക്കറിയോ പാലസ്തീനിൽ പറഞ്ഞെന്താ, ആയുധമില്ലാത്ത ഹമാസ് പിടിച്ചു നിൽക്കുന്ന ഒരു പിടിച്ചുനിൽപ്പുമില്ല. നിഷാദ് റാവുത്തർ അറിയാഞ്ഞിട്ടൊന്നുമല്ല, ഹമാസിൻ്റെ ഒളിത്താവളങ്ങളിൽ നേരെ ആഹാരം കഴിക്കുവാനും ബാത്റൂമിൽ പോലും പേടിച്ച് പോകാൻ കഴിയാതെ പേടിച്ച് ഹമാസ് തീവ്രവാദികൾ ഒളിച്ച് സംഘടനത്തിരിക്കുകയാണ്. അതൊന്നുമില്ല. ഏകദേശം ഹമാസിൻ്റെ പടക്കൂട്ടത്തിൻ്റെ എല്ലാ പടയോടെ ഇസ്രായേൽ പൊളിച്ചു കഴിഞ്ഞു. പിന്നെ ഒന്നോ രണ്ടോ തീവ്രവാദം ഇവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പേടിപ്പിക്കുന്ന ഒരു സംഭവം നടക്കുന്നുള്ളൂ. ചില മാസങ്ങളായി ഇസ്രായേൽ ഹമാസിൻ്റെ ഗാസയിൽ കയറി കളിക്കുമ്പോൾ ചെറു ഓലപ്പടക്കം പോലും ഹമാസിന് തൊടുത്തിടാൻ പറ്റുന്നില്ല. പിന്നെ ഇറാൻ പറയും ഇപ്പം ചെയ്ത് കളയുന്ന ഇറാൻ ഒരു ഓലപ്പടക്കം, ഒരു പൊട്ടാസ് പടക്കം പോലും ഇറാൻ ഹമാസ് ഇസ്രായേലിനെതിരെ തൊടുത്തുവിടാൻ പറ്റുന്നില്ല. പിന്നെയാണ് നിഷാദ് റാവുത്തർ വന്നിരുന്നു പറയുന്നത്, ഹമാസ് ഇത്രയും ആയുധങ്ങളുള്ള ഇസ്രായേൽ സാമ്രാജ്യ രാജ്യത്തിന് മുമ്പിൽ ആയുധമില്ലാത്ത ഹമാസ് പിടിച്ചു നിന്ന ഒരു പിടുത്തുമില്ല. ഏകദേശം 99% പോയി. പിന്നെ നിഷാദ് റാവുത്തറിൻ്റെ ആഗ്രഹം എങ്ങനെയാണ്, അവിടെ പാവപ്പെട്ടവരെ പാലസ്തീൻ സ്ത്രീകളും സഹോദരങ്ങളും ഈ തീവ്രവാദം വെറുക്കുന്ന ഒരാൾക്കാരതിനകത്തുണ്ട്, അവരെയും കൂടെ കൊല്ലണമെന്നാണ് നിഷാദ് റാവുത്തറിൻ്റെയും ഈ മീഡിയ വണ്ണിൻ്റെ ആഗ്രഹമെങ്കിൽ അത് നടക്കാനൊന്നും പോകുന്നില്ല. പിന്നെ ഇസ്രായേലിൻ്റെ പാലസ്തീനിലെ സിവിലിയൻസിനോടൊക്കെ അല്പം സ്നേഹമുള്ളത് കൊണ്ടാണ് അവരെ മാറ്റി നിർത്തി തീവ്രവാദികൾക്ക് തലയ്ക്ക് നേരെ മാത്രം വെടിയുർത്ത് ഈ തീവ്രവാദ സംഘടനയെ അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ നിഷാന്ത് അറിയാമോ, ഈ ഹമാസിനെ വെള്ളപൂശാം, അയ്യോ പോയതാ വെടിച്ച് തലയിൽ കയറ്റിയാൽ ഹിസ്ബുള്ള. എൻ്റെ നിഷാന്ത് റാവുത്തറെ, ഇനി ഹിസ്ബുള്ള എന്നല്ല, ഇനി ഹമാസ് എന്നല്ല, ഇനി ഇറാൻ എന്നല്ല, ഏത് മുസ്ലിം രാഷ്ട്രം എഴുന്നേറ്റ് വന്നാലും നിഷാന്ത് അറിയത്തില്ലേ, ഈ തീവ്ര സംഘടനയ്ക്ക് ഒത്തൊരുമ എഴുന്നേറ്റ് നിന്നെന്ന് പറഞ്ഞാലും ഇസ്രായേലിൻ്റെ രോമത്തോടെ കടിയത്തില്ല, തൊട്ടാൽ. അതുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെ പറഞ്ഞത്, ഇങ്ങോട്ട് വന്നാൽ വരുന്നത് പോലെ അങ്ങോട്ട് തിരിച്ചു പോകത്തില്ല, നല്ല ആടി കൊടുത്ത് തന്നെ നെതന്യാഹു വിടും. ഇപ്പം ഹിസ്ബുള്ള കിടന്നുകൊണ്ട് പെടാപ്പാട് വിടുകയാണ്. ആരെയും വിളിക്കാൻ പറ്റുന്നില്ല, ആരെയും ആശയവിനിമയം ചെയ്യാൻ സാധിക്കുന്നില്ല. ഇറാൻ്റെ നമ്മളെ സാറിനോടെ ഒന്ന് ചോദിക്കാനോ അറിയാനോ, അയ്യോ ഇവിടുത്തെ അവസ്ഥ ഇതൊക്കെയാണ്, അവിടെ എങ്ങനെയുണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ആശയവിനിമയങ്ങളൊക്കെ തട്ടി തകർത്തുകൊണ്ട് ഹിസ്ബുള്ളയുടെ പെടാപ്പാട് വിടുക. തീർന്നില്ല, ഹിസ്ബുള്ളയുടെ പേജറും പൊട്ടിപ്പിച്ച് വാക്കി ടോക്കി പൊട്ടിപ്പിച്ച് എല്ലാ സംവിധാനങ്ങളും തച്ചുടച്ചിട്ട് അവൻ്റെ തലയ്ക്ക് മുകളിൽ ഹിസ്ബുള്ളയുടെ നേതാവ് വട്ടം കൂടി ശക്തിനെ സമ്മേളനം നടത്തുമ്പോൾ അതിന് തലയ്ക്ക് മുകളിൽ കൂടി വട്ടം പറത്തി ആയുധമിട്ട് ഇസ്രായേല് പകരം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് റാവുത്തറെ കൂടുതൽ ഇങ്ങോട്ട് വന്ന് കളിക്കാൻ നിൽക്കണം. മീഡിയ ഓൺ കുറേ നാളുകൊണ്ട് ഇങ്ങനെ ഇസ്രായേലിനെതിരെ വട്ടം കൂടി ഇസ്രായേൽ ഒറ്റപ്പെടുത്തുവാൻ വേണ്ടി മാക്സ് ശ്രമിക്കുന്നുണ്ട്. നടക്കത്തില്ല. ഈ മര്യാദയ്ക്ക് ഇതോടുകൂടെ ലെബനോനും ഹിസ്ബുള്ളയും പിന്നെ നമ്മുടെ ഹമാസും പിന്നെ ഇറാനും
പരിപാടി നിർത്തി പോകണമെന്നല്ല. ഇത് ആർക്കറിയാം? ഒരു IS അറിയാമോ? IS പല രാജ്യങ്ങളോടും കേടി കളിച്ചു. IS ഇന്ത്യയോട് കളിച്ചിട്ടുണ്ട്, പിന്നെ ഇറാഖിൽ കളിച്ചിട്ടുണ്ട്, സിറിയയിൽ കളിച്ചിട്ടുണ്ട്, പല രാജ്യങ്ങളിൽ IS കയറി കളിച്ചു. പക്ഷേ ഉണ്ടല്ലോ, ഇസ്രായേലിനോട് കളിക്കാൻ തൻ്റെ ഉണ്ടല്ലോ ഈ IS തീവ്രവാദിക്കില്ല. അവർക്കറിയാം തൊട്ടാല് അവൻ്റെ കോപ്പ് ഉൾപ്പെടെ ഇസ്രായേൽ പിടിതെറിയുമെന്ന് ISനറിയാം. അതുകൊണ്ട് അവന്മാർ മാറി നിന്നത്. ഈ ഹമാസിനെ പോലെയല്ല. ഹമാസിന് ബുദ്ധിയില്ല. പിന്നെ ഹിസ്ബുള്ളയ്ക്ക് മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ വിവരമില്ലാത്തൊരു ജാതിയാണ്, തീവ്രവാദികളെ സപ്പോർട്ട് ജാതിയാണ്. എടോ നിഷാദ്, ഈ പെഷവാർ യുദ്ധം ചെയ്താൻ കണ്ടില്ലേ? ഇവിടെ എത്ര ഇന്ത്യക്കകത്ത് മുസ്ലിം തീവ്രവാദികൾ കയറി യുദ്ധം ചെയ്ത് കണ്ടില്ലേ? എന്നിട്ടും ഈ ഉളിപ്പില്ലാതിരിക്കുന്നല്ല മീഡിയ ഒന്ന് നിറഞ്ഞ നിഷാദ് റാവുത്തറെ. പിന്നെ ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളിടുന്നുകൊണ്ട് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തുന്നില്ലേ? ഇതുപോലെ ഇസ്രായേൽ പൊക്കുന്നില്ല, ആർക്കറിയാം. അതുകൊണ്ട് മര്യാദയ്ക്കും എല്ലാം വെച്ച് നിർത്തിയിട്ട് പോകുന്നതാണ് നിഷാദ് റാവുത്തർ നല്ലത്. അല്ലെങ്കിൽ നിഷാദ് റാവുത്തറെ നടക്കത്തില്ല. ഇസ്രായേലിനോട് ഒരു പരിപാടി നടക്കത്തില്ല. ഇനി ലോകം ഒന്നടങ്കം വന്നാലും ഇസ്രായേലിൻ്റെ കൂടെ ദൈവം ഉള്ളിടത്തോളം കാലം റാവുത്തറിൻ്റെ ഒരു പരിപാടിയും നടക്കത്തില്ല. പിന്നെ വൈകുന്നേര സമയങ്ങളിലേക്ക് അല്പം ആരെയും കാണുമെന്ന് പറഞ്ഞു. പിന്നെ കുറേ മുസ്ലിം സപ്പോർട്ട് തീവ്രവാദ സംഘടന സപ്പോർട്ട് ചെയ്യുന്ന കിച്ചിലി ചിക്കൻ സർക്കാരുണ്ടല്ലോ, അവർ വന്നിരുന്നു വൈകുന്നേരം ആകുമ്പോൾ അടുപ്പ് കൂട്ടി ചർച്ചയൊക്കെ കൂട്ടുമ്പോൾ ആരെങ്കിലും അതെന്നറിയാമോ, കുറേ ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ആരെങ്കിലും പിടിച്ചിരുത്തി ചർച്ച ചെയ്യുമ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഒരു സന്തോഷമാണ് മീഡിയ വണ്ണിന്. ഇസ്രായേലിനെ 10 വാക്ക് കുറ്റം പറയുമ്പോൾ മീഡിയ വണ്ണിന് റാവുത്തറിനും സന്തോഷം എന്നുള്ളതല്ലാതെ ഒന്നുമില്ല. ചെയ്തോ, അടുപ്പ് കൂട്ടി ചർച്ച ചെയ്യണി നിഷാദും മീഡിയ വണ്ണ് എത്ര തവണ ചെയ്തോ ജയിക്കത്തില്ല. പിന്നെ ചർച്ച ചെയ്യുമ്പോൾ നെഗറ്റീവ് കമൻറ്റ്സ് വരുമ്പോൾ അതിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി അതിനകത്ത് ആളെടുത്തിട്ടുണ്ട്. പോസിറ്റീവ് കമൻറ്റ് മാത്രം ഇങ്ങനെ പ്രൊജക്റ്റ് ഇട്ടുകൊണ്ടിരിക്കും. എൻ്റെ മീഡിയ വണ്ണെ നടക്കില്ല. ഇസ്രായേലിൻ്റെ കളി നിർത്തിയിട്ട് പണി നോക്ക്. ഹിസ്ബുള്ളിലേക്ക് കിട്ടിയ പണിയുണ്ടല്ലോ, മീഡിയ വാങ്ങിച്ചു പിടിക്കരുത്.